ടോമി और मैम, ടോമിയും ഞാനും. പ്രോയിത്തി റായ്, കഹാനി കാ ലേഖിക ഹെ പ്രോയിത്തി റായ്. കഥ എഴുതിയത്. കഥ ഇൻകംപ്ലീറ്റ് ആണ്. കഥയുടെ നിങ്ങൾ പേജ് മറിച്ചാൽ കാണാം, കുറെ ഭാഗത്ത് ചിത്രം കൊടുത്തിട്ടുണ്ട്, സെന്റൻസ് ഒന്നുമില്ല. അപ്പം ഇവിടെ ഈ കഥ കംപ്ലീറ്റ് ആക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. പാഠഭാഗങ്ങളുടെ എങ്ങനെ ഒരു കഥ ഉണ്ടാക്കാം, നിങ്ങളുടെ ചിന്തകൾക്കനുസരിച്ച് കഥയെ എങ്ങനെ മാറ്റി എഴുതാം എന്നുള്ളതാണ്, ചിത്രത്തിലൂടെ ഒരു കഥ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് കുട്ടികളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ടോമിയും ഞാനും. ടോമി എന്നത് ഈ കുട്ടിയുടെ, ഒരു പെൺകുട്ടീന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഈ കുട്ടിയുടെ ഒരു നായ്ക്കുട്ടിയുടെ പേരാണ് ടോമി. ടോമി പപ്പി, സ്മോൾ പപ്പി, പപ്പി ഹേ. ഹിന്ദിയിൽ പപ്പീനെ പിള്ള എന്ന് പറയും, പിള്ള, സ്മോൾ ഡോഗ്. താഴെ കൊടുത്തിട്ടുണ്ട് ആ പെൺകുട്ടീന്റെ പേര് മേ നീതു ഹും, ഞാൻ നീതുവാണ്, എന്റെ പേര് നീതു എന്നാണ്. നെക്സ്റ്റ് പേജില് നീതു കിടന്നുറങ്ങുന്ന ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ. വോ സർദിയോങ്കി രാത്ത് ഥി, എന്താ പറയുന്നത്? വോ സർദിയോങ്കി രാത്ത്, സർദി തണുപ്പുള്ള ഒരു രാത്രിയായിരുന്നു, നല്ല തണുപ്പുള്ള രാത്രിയായിരുന്നു. നീതു മൂടിപ്പൊതിച്ച് കിടന്നുറങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലെ. സർദിയോങ്കി രാത്ത് ഥി. നീതു ക്യാ ദേഖാ, നീതു കിടക്കി സെ ക്യാ ദേഖാ, നീതു വിൻഡോയിലെ കൂടെ എന്താണ് കണ്ടത്? ഒരു ബൾബിന്റെ അടിയില് ഒരു നായ്ക്കുട്ടി, പിള്ള അല്ലെ, ഒരു നായ്ക്കുട്ടീനെ കാണുന്നു. ഈ ചിത്രത്തില് സെന്റൻസ് കൊടുത്തിട്ടില്ല. അപ്പൊ നമുക്കതെങ്ങനെ എഴുതാം, സെന്റൻസ് എങ്ങനെ ഉണ്ടാക്കാം? ബിജലി കെ ഖംബെ കെ നീച്ചെ എക് പിള്ള പടാ ഥ. ബിജലി വൈദ്യുതി വിളക്കിന്റെ ഖംബ, തൂണ്, ഖംബേന്റെ അടിയില്, നീച്ചെ താഴെ, അടിയില്, എക് പിള്ള ഖടാ ഥ. പിള്ള, പിള്ള മാനെ സ്മോൾ ഡോഗ്, പപ്പി, പപ്പീനെയാണ് പിള്ള എന്ന് പറയുന്നത്. നീതു കാണുന്നു, നീതുവിനെ ദേഖ ബിജലി കെ ഖംബെ കെ നീച്ചെ എക് പിള്ള ഹേ. ഒരു നായ്ക്കുട്ടി തണുത്ത് വിറച്ച് വൈദ്യുത തൂണിന്റെ അടിയിലിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്ത പേജില് എന്താ കാണുന്നത്? നീതു ഒരു ടോർച്ച് എടുത്ത് ആ നായ്ക്കുട്ടീന്റെ അടുത്തേക്ക് പോകുന്നു അല്ലെ. വീട്ടിന്റെ പുറത്തിറങ്ങി, ആ തണുപ്പത്ത് വീട്ടിന്റെ പുറത്തിറങ്ങി പോകുന്നു. അപ്പൊ നല്ല തണുപ്പുണ്ട്. ആ നായ്ക്കുട്ടി ഇങ്ങനെ ചുരുണ്ട് കിടക്കും, തണുത്ത് വിറച്ച് കിടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതിന് നമുക്ക് എങ്ങനെ സെന്റൻസ് ആക്കാം? നീതുവിനെ ദേഖ എക്ക് നന്ന, നന്ന സ്മോൾ, പിള്ളാഥ ഒരു സ്മോൾ ഡോഗ്, പപ്പി അല്ലെ, പപ്പിയാണ് അവിടെ കിടക്കുന്നത്. സർദി ഉത്തനി കഠിൻ ഥി, സർദി തണുപ്പ്, നല്ല തണുപ്പുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ചുരുണ്ട് കിടക്കുകയാണ് നായ്ക്കുട്ടി. സർദി ഉത്തനി കഠിൻ ഥി ഇസ്ലിയെ നന്ന പിള്ള വഹാം ലേട്ടാ ഹേ, അവിടെ കിടന്നിട്ടുണ്ട്, തണുത്ത് കിടക്കുന്നുണ്ട് നായ്ക്കുട്ടി. പിന്നെ നമ്മൾ എന്താ കാണുന്നത്? നെക്സ്റ്റ് ചിത്രത്തില് നീതു ആ നായ്ക്കുട്ടീനെ എടുത്ത് അതിന് കുടിക്കേണ്ട പാലും അതിനൊരു നല്ല ബോക്സിൽ കിടത്തിയിരിക്കുന്നതാണ് കാണുന്നത്. നീതു ഉസ് പപ്പിക്കോ എക്ക് നാം ദിയ ടോമി, എന്ത് കൊടുത്തിട്ടുണ്ടാവും? ടോമി എന്നുള്ള ഒരു പേര് കൊടുക്കുന്നു. നാം ദിയ ടോമി. ടോമിക്കോ നീതുവിനെ എക്ക് ടോക്കരി മേ രഖ, ടോക്കരി സ്മോൾ ബാസ്കറ്റ് എക്ക് ടോക്കരി മേ രഖ. നീതുവിനെ ടോമിക്കോ എക്ക് ടോക്കരി മേ രഖ. ചെറിയ നായ്ക്കുട്ടി പാല് കുടിക്കുന്നുണ്ട്, അടുത്ത് തന്നെ നീതു നിന്നിട്ടുണ്ട് അല്ലെ. ഉസേ ചായ് കെ സാത്ത് ബിസ്കുറ്റ് ഖാന ബഹുത്ത് പസന്ത് ഥാ. ഉസേ ചായ് കെ സാത്ത്, ചായന്റെ ഒന്നിച്ച്, ബിസ്കുറ്റ്, ബിസ്കുറ്റ് മാനെ ബിസ്ക്കറ്റ്, ഖാന ഈറ്റ് തിന്നുക, ബഹുത്ത് പസന്ത് ഥാ പസന്ത് ഇഷ്ടം. നായ്ക്കുട്ടിക്ക്, നമ്മുടെ ടോമിക്ക് ചായന്റെ ഒന്നിച്ച് ബിസ്ക്കറ്റ് തിന്നാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്നാണ് ആ ചിത്രത്തിൽ അത് കൊടുത്തിട്ടുണ്ട്. അടുത്ത ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് और मेरे साथ खेलना, മാനെ എന്റെ ഒന്നിച്ച് കളിക്കുക, എന്റെ ഒന്നിച്ച് നീതു കെ സാത്ത് ഖേൽന പസന്ത് ഹേ. അപ്പോ ഒരു ക്വസ്റ്റ്യൻ വരാം, ടോമിക്കോ ക്യാ ക്യാ പസന്ത് ഹേ? ടോമിക്കോ ചായ് കെ സാത്ത് ബിസ്ക്കറ്റ് ഖാന പസന്ത് ഹേ. ടോമിക്കോ നീതു കെ സാത്ത് ഖേൽന, ഖേൽന ടു പ്ലേ, കളിക്കുക, നീതു കെ സാത്ത് ഖേൽന പസന്ത് ഹേ. എന്തല്ല, टोमी को चाय के साथ बिस्कुट खाना पसंद है और नीतू के साथ खेलना भी पसंद है. पंखे के नीचे सोना, അല്ലെ കാണുന്നുണ്ട്, നായിക്ക് ടോമി
ഫാനിന്റെ അടിയിൽ കിടന്നിട്ടുണ്ട്. അപ്പൊ എന്താ പറയുന്നത്? പങ്ക കെ നീച്ചെ സോന. പങ്ക ഫാൻ കെ നീച്ചെ സോന. ഫാനിന്റെ അടിയിൽ കിടന്നുറങ്ങുക. സോന സ്ലീപ്പ്. പങ്ക ഫാനിന്റെ അടിയിൽ കിടന്നുറങ്ങുന്നതും ടോമിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. അപ്പം 3 കാര്യങ്ങളാണ് ടോമിക്ക് ഇഷ്ടം. എന്തല്ല? ചായ് കെ സാത്ത് ബിസ്കുറ്റ് ഖാന, നീതു കെ സാത്ത് ഖേൽന, പങ്ക കെ നീച്ചെ സോന. ഏ സബ് ടോമിക്കോ പസന്ത് ഹെ. ഈ 3 കാര്യങ്ങളും ടോമിക്ക് വളരെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. അടുത്ത ചിത്രത്തിൽ കാണും നീതുവിന്റെ ബുക്സ് എല്ലാം കടിച്ച് കീറിയിട്ടിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നീതു പറയുന്നു അവർ കിതാബ് പഠിന. ടോമിക്ക് ഇഷ്ടമുള്ള വേറൊരു കാര്യം എന്താ? അവർ കിതാബ് പഠിന. ബുക്ക് വായിക്കാൻ ഇഷ്ടമാണ്, പുസ്തകം വായിക്കാൻ ടോമിക്ക് ഇഷ്ടമാണ്. എന്താ ഉദ്ദേശിക്കുന്നത്? ടോമി പുസ്തകം വായിക്കുന്ന പറഞ്ഞാല് ടോമി കിതാബ് കോ കാട്ടുകാർ ഫാടുത്താ ഹേ. കടിച്ചു മുറിച്ച് കീറിക്കളയും. ഇതാണ് ടോമിക്ക് ഇഷ്ടം. അതിനാ കിതാബ് പുസ്തകം വായിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം ടോമി അവളുടെ പുസ്തകം എല്ലാം നശിപ്പിക്കും. ടോമിക്കോ കിതാബ് കാട്ടുകാർ ഫാടിന പസന്ത് ഹേ. അപ്പം 4 കാര്യങ്ങളാണ് ടോമിക്ക് ഇഷ്ടം. ചായ് കെ സാത്ത് ബിസ്കുറ്റ് ഖാന, പങ്കെ കെ നീച്ചെ സോന, नीतू के साथ खेलना और नीतू का किताब पढ़ना. ये सब तो टॉमी का पसंदी कार्य हैं. अंत में नीतू यह भी कहती हैं टॉमी और मैम अच्छे दोस्त हैं. ടോമി ഓർ മാം അച്ഛേ ദോസ്ത് ഹേ. ഇതെല്ലാമാണ് കൂടി ഞാനും ടോമിയും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, ഏറ്റവും നല്ല ഫ്രണ്ടാണ് ടോമി എന്ന് പറഞ്ഞ് കഥ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ കഥകൾ ഉണ്ടാക്കാം, കുട്ടികൾക്ക് കഥകൾ ഉണ്ടാക്കാൻ വേണ്ടി ആ കഥേന്റെ ഒരു ശീലം, കഥ ഉണ്ടാക്കേണ്ട ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു എക്സസൈസ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ചിത്രത്തില് ഉസേ മേര ബാഹർ ജാന ബിൽക്കുൽ അച്ഛാ നഹീ ലഗ്താ ഥാ. ഉസേ മേര ബാഹർ ജാന, ഞാൻ പുറത്തു പോകുന്നു. ഇത് പറയുന്നു ഞാൻ പുറത്തു പോകുന്നത് ബിൽക്കുൽ അച്ഛാ നഹീ ലഗ്താ ഥാ. ടോമിക്ക് ഇഷ്ടമായിരുന്നില്ല. ഞാൻ പുറത്തു പോകുന്ന ടോമി ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അപ്പോൾ നായ്ക്കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്തെല്ലാണ്? ചില നായ്ക്കുട്ടികൾക്ക് കുളിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്താ പറയാ? ടോമിക്കോ നഹാന അച്ഛാ നഹീ ലഗ്താ ഥാ. യഹാം ടോമിക്കോ നീതു ബാഹർ ജാന അച്ഛാ നഹീ ലഗ്താ ഥാ. ഇവിടെ നീതു പുറത്തു പോകുന്നത്, സ്കൂളിലും മറ്റു സ്ഥലങ്ങളിലും പോകുന്നത് ടോമി ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഈ ചിത്രത്തില് ഹം ജബ് സാത്ത് ഹോത്തേത്തോ ബഹുത്ത് ഖുശ് രഖ്തേ. ഹം ജബ് സാത്ത് ഹോത്തേത്തോ, നമ്മൾ എപ്പോഴാണല്ലോ ഒന്നിച്ചുണ്ടാകുന്നത്. ബഹുത്ത് ഖുശ് രഖ്തേ, നമ്മൾ രണ്ടാളും വളരെ ഹാപ്പി ആയിരിക്കും. എപ്പോഴെല്ലാണോ നമ്മൾ ഒന്നിച്ച് അപ്പോഴെല്ലാം നമ്മൾ രണ്ടുപേരും വളരെ ഹാപ്പി ആയിരിക്കും എന്നാണ് ഈ കഥയിലൂടെ. ഒരു നായ്ക്കുട്ടിയും ടോമി എന്ന നായ്ക്കുട്ടിയും നീതുവും തമ്മിലുള്ള ഒരു സ്നേഹബന്ധത്തിന്റെ, ചെറുപ്പത്തിൽ അതിനെ എടുത്ത് വളർത്തി തണുപ്പിൽ നിന്ന് രക്ഷിച്ച് അതിന് ഭക്ഷണം കൊടുത്ത് അതിനെ സ്നേഹിച്ച നീതു എന്ന പെൺകുട്ടിയുടെയും നായ്ക്കുട്ടിയുടെയും കഥയാണ് നിങ്ങൾ ഈ പുസ്തകത്തിൽ കണ്ടെത്തുന്നത്.